ഹലോ മക്കളെ, നമ്മളിന്ന് 7th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പേജ് നമ്പർ 24 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പാർട്ടിലേക്കാണ് പോകുന്നത്. എല്ലാം തന്നെയും പിന്നെയൊക്കെ സെയിം ആണ്, എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ടേക്സ് 1/4 hours ടു വാക്ക് അറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസ്. ഒരു പ്രാവശ്യം ഒരു പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും നടക്കാനായിട്ട്, ഒരു വലിയ പ്ലേ ഗ്രൗണ്ടാന്ന് വെച്ചോ, നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉള്ള പോലത്തെ വലിയ പ്ലേ ഗ്രൗണ്ടിന് ചുറ്റും നടക്കാനായിട്ട് എത്ര നേരം എടുക്കൂടാ? 1/4 hours ആണ് എടുക്കുന്നത്. 1/4 hours എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 1/4 മണിക്കൂറാണ് എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? 1/4 മണിക്കൂർ, 15 minutes എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് 1/4 hours എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ how much time does it take to walk 4 times around the speed? ഈ സ്പീഡിൽ 4 പ്രാവശ്യം കറങ്ങാനായിട്ട്, 4 പ്രാവശ്യം നടക്കണമെങ്കിൽ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് 7 times? അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. നോക്കിയടാ, വൺസ്, ഒറ്റ പ്രാവശ്യം, വൺ ടൈം അല്ലേ? നമുക്ക് എപ്പോഴും ഫ്രാക്ഷനിൽ വേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. വണ്ണിൻ്റെ അളവ് കണ്ടുപിടിച്ച് വെക്കുക ആദ്യം തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ആൻസറായിട്ട് എഴുതാം, ടൈം ടേക്കൺ ടു വാക്ക് അറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസ്. വൺസ് is equal to എത്രയാടാ? 1/4 hours. 1/4 hour. ക്ലിയർ ആണല്ലോ? ഒരു പ്രാവശ്യം നടക്കാനായിട്ട് ടൈം ടേക്കൺ, അത് അങ്ങനെ നിങ്ങൾക്ക് പറയാം. ടൈമിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ടൈം ടേക്കൺ എന്ന് പറഞ്ഞ് തുടങ്ങാം. ടൈം ടേക്കൺ ടു വാക്ക് അറൗണ്ട് ദ പ്ലേ ഗ്രൗണ്ട് വൺസ്. ഒരു പ്രാവശ്യം പ്ലേ ഗ്രൗണ്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 1/4 ആണ്. ക്വസ്റ്റ്യൻ തന്നേക്കുന്നതിന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി, അത്രേ ഉള്ളൂ. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ആൻസർ ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്കിങ്ങനെ എഴുതാം. എന്തുവാടാ? ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു വർക്ക് 4 times അല്ലേ? 4 times ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയാൽ മതി. ടൈം ടേക്കൺ ടു വാക്ക് അറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസിന് പകരം നമുക്ക് 4 times ഇടാം, അല്ലേ? 4 times ആണ് ഇവിടെ നടക്കണ്ടേ. 4 times എന്ന് പറയുന്നത് എടാ, ഒരു പ്രാവശ്യം നടക്കുന്നതിന് 1/4. അപ്പം 4 പ്രാവശ്യം നടക്കുന്നതിന് എത്ര ആയിരിക്കും? അതിൻ്റെ കൂട്ടത്തിൽ 4 കൂടെ ഇൻഡ് ചെയ്ത് കൊടുക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കൂട്ടത്തിൽ 4 കൂടെ ഇൻഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, 4 ഇത് ഇങ്ങനെ സൈഡിൽ, അല്ലെ, മേളിലും താഴെയും വന്നേക്കുവാണ്. അപ്പുറത്ത് മേളിലാണ് കിടക്കുന്നത്, ഇപ്പുറത്ത് താഴെയാണ് കിടക്കുന്നത്. മേളിലും താഴെയും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തേടാ? ഇത് അങ്ങ് കട്ട് ചെയ്ത് കളയാം, അല്ലേ? പിന്നെ ബാക്കി വരുന്നത് എന്തുവാടാ? 1 ആണ് ആൻസർ വരുന്നത്. 1 എന്ന് എഴുതിയിട്ട് അവർ, അല്ലേ? 1 hour എടുക്കുന്നത്. ഒരു പ്രാവശ്യം നടക്കാനായിട്ട് 1/4 മണിക്കൂർ, 4 പ്രാവശ്യം 1/4 മണിക്കൂർ വെച്ച് നടന്നു കഴിഞ്ഞാൽ എത്ര വരും? 1 hour വരും, അല്ലേ? അതാണ് നമ്മുടെ ആൻസർ. 1 hour ആണ് എടുക്കുന്നത്. ക്ലിയർ ആണോടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ജസ്റ്റ് തൽക്കാലത്തേക്ക് മേളിലോട്ട് എഴുതുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് പാർട്ടിൽ എന്താണ് ചോദിച്ചേക്കുന്നത്? വാട്ട് എബൌട്ട് 7 times ആണെങ്കിൽ, അല്ലേ? 7 times ആണെങ്കിൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിങ്ങനെ എഴുതാം, ടൈം ടേക്കൺ ടു വാക്ക്. എല്ലാം സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് ആടാ. അപ്പം മനസ്സിലാവുമല്ലോ, അല്ലേ? ഞാൻ എഴുതുന്നത് ഞാൻ വായിച്ചും കൂടെ തരുന്നുണ്ട്. ടൈം ടേക്കൺ ടു വാക്ക് അറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് 4 times മാറി എന്ത് പറ്റി? നമുക്ക് 7 times ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 7 times ആണെങ്കിൽ 1/4 ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 7 ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ഒരു പ്രാവശ്യം നടക്കാനായിട്ട് 1/4. അപ്പം 7 പ്രാവശ്യം നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 ഇൻറ്റു ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടൂടാ മക്കളെ? ഇവിടെ നോക്കിയിടാം, 7 × 1 എന്ന് പറയുന്നത് 7 തന്നെയാണ്. സോ 7/4 എന്ന് വരും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഭവമാണ്. എന്തുവാ? 7/4 വന്നാൽ എന്ത് ചെയ്യണം? മേളിൽ ചെറിയ നമ്പർ അല്ല വലിയ നമ്പറാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണോടാ? നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്കിങ്ങനെ എഴുതാം, 7/4 നമുക്ക് എഴുതാം. 7/4 എന്ന് പറയുമ്പോൾ എത്രയാടാ? 4ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 7 വരുന്നത്? 7 വരത്തില്ല. 7ൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ ഏതാ? 6 വരത്തില്ല. അതിന് മുമ്പത്തെ നമ്പർ ഏതാ? 5 വരത്തില്ല. അതിന് മുമ്പത്തെ നമ്പർ ഏതാ? 4. എന്ന് വെച്ചാൽ 1s are 4, അല്ലേ?
4 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്താടാ നമുക്ക് എപ്പോഴാണ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാമല്ലോ. എഴുതുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ എഴുതാം, ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു അല്ലേ. മേളിൽ കിട്ടിയ ആൻസറായിട്ട് വലുതായിട്ടൊക്കെ എഴുതുക. ഓക്കെ, സോ നമുക്ക് 1 എഴുതാം. ഇനി താഴത്തേട്ട് റിമൈൻഡർ എത്രയാടാ, 3 ആണ്. സോ 3 എത്രയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്, 4 വെച്ച് 1 3/4 അവേഴ്സ് എടുക്കും. ഓക്കെ ആണല്ലോ മക്കളെ. യെസ്, ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്വസ്റ്റിനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.